ശ്രീ ആർ വി ബാബു, എന്തായാലും ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് സംശയിക്കുന്ന ബഹുഭൂരിപക്ഷം ഭക്തർ ഉണ്ട്. ഷാജഹാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ നോക്കൂ, പ്രതികൾ എല്ലാം പുറത്തിറങ്ങുകയാണ്. തെളിവുകൾ നശിപ്പിക്കാനുള്ള വലിയൊരു സാധ്യത കൂടി അതുവഴി തുറന്നു കിട്ടിയിരിക്കുകയല്ലേ. ഇപ്പോൾ സി കെ രവിശങ്കർ പറഞ്ഞതുപോലെ SIT പ്രതികളുടെയൊക്കെ പുറകെ നടക്കില്ലല്ലോ. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഇവിടെ കേസന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ അത് അന്വേഷിച്ച് പൂർത്തിയാക്കുമോ അതോ ഈ പ്രതികളുടെ പുറകെ പോകുമോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അനിൽ നമ്പ്യാരെ, സി കെ രവിശങ്കർ നിയമ സംവിധാനത്തെ സംബന്ധിച്ച്, നിയമങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ചാർജ് ഷീറ്റ് 85 ദിവസം കൊണ്ട് കൊടുത്താൽ 90 ദിവസമായാൽ പിന്നെ ജാമ്യം കൊടുക്കേണ്ടി വരില്ലേ? അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ചാർജ് ഷീറ്റ് കൊടുക്കണം 90 ദിവസത്തിനുള്ളിൽ എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്തിനാണ് ചാർജ് ഷീറ്റ് 90 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് പറയാൻ കാരണം? 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രതികൾ സ്വാഭാവികമായ ജാമ്യത്തിന് അർഹരാണ്. 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്താൽ പ്രതികൾക്ക് ആ അവകാശമില്ല. അവർക്ക് ജാമ്യാപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കാം. പക്ഷേ ചാർജ് ഷീറ്റിലെ കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് കോടതിക്ക് അവർക്ക് ജാമ്യം നിഷേധിക്കാം. അപ്പോൾ സ്വാഭാവികമായ ജാമ്യം എന്നുള്ളത് സാധാരണ നമ്മുടെ കോടതിയിൽ പറയാറുണ്ടല്ലോ, ബെയിൽ ഈസ് റൂൾ, ജയിൽ ഈസ് എക്സെപ്ഷൻ എന്ന് പറയാറുണ്ട്. ഈ ചാർജ് ഷീറ്റ് കൊടുത്താൽ സ്വാഭാവികമായ ജാമ്യം എന്നുള്ളത് പ്രതികൾക്ക് അവകാശപ്പെടാൻ സാധ്യമല്ല. ചാർജ് ഷീറ്റിലെ കുറ്റത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് മാത്രമേ പ്രതികൾക്ക് ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ കഴിയൂ. കോടതിക്ക് അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർക്ക് ജാമ്യം കിട്ടൂ. അത് എത്ര എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല. ചുരുങ്ങിയത് 1-2 വർഷമെങ്കിലും കോടതി ജയിലിൽ കിടക്കേണ്ടി വരും ഈ കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ 90 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടില്ലേ എന്നുള്ള ചോദ്യം അതത്ര ശരിയല്ല എന്ന് ഞാൻ തുടക്കത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 2, അദ്ദേഹം പറയുന്നത് CBI അന്വേഷണത്തെ സംബന്ധിച്ചാണ്. CBI അന്വേഷണം വേണ്ട എന്ന് ഈ കോടതി പറഞ്ഞിട്ടില്ല, കേസ് നീട്ടിവെച്ചിട്ടുള്ളൂ. കോടതി പറയും എന്നാണ് ഇന്നലത്തെ കോടതിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്കൊക്കെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് നമുക്കൊക്കെ ബോധ്യപ്പെടുന്നത്. ഞാൻ കോടതിയുടെ അഭിപ്രായം പറഞ്ഞു, കോടതി അങ്ങനെ പറഞ്ഞു എന്നുകൊണ്ട് കോടതി ശരിയാണ് എന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ എനിക്ക് സാധ്യമല്ല. എൻ്റെ കാരണം വേറെ ഒന്നുമില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. 2003 മാറാട് കേസ്, ആ മാറാട് കേസിനെ സംബന്ധിച്ചുള്ള CBI അന്വേഷണത്തിന് ഹിന്ദു സംഘടനകൾ പോയപ്പോൾ ഹൈക്കോടതി CBI അന്വേഷണത്തിന് എതിരായ നിലപാടെടുത്തത്. 2004 പോയി, 2009 പോയി. അപ്പോഴൊക്കെ CBI അന്വേഷണം വേണ്ട, കാരണം കേസ് അന്വേഷണം പെർഫെക്റ്റാണ്. മഹേഷ് കുമാർ സിംഗ്ല നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായിട്ട് ഞങ്ങളിതാ കേസ് അന്വേഷണം വളരെ കൃത്യമായിട്ട് നടത്തിയിരിക്കുന്നു, പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇനി CBI അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കോടതി മഹേഷ് കുമാർ സിംഗ്ലയുടെ സ്റ്റേറ്റ്മെൻറ്റ് വിശ്വാസത്തിലെടുത്തുകൊണ്ട് CBI അന്വേഷണത്തിന് എതിർത്തുകൊണ്ടാണ് നിലപാടെടുത്തത്. അതേ കേരള ഹൈക്കോടതി 2013 CBI അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വന്നു, അതേ ഹൈക്കോടതിക്ക് വേറൊരു ആംഗിളിൽ. അപ്പോൾ എന്ത് സംഭവിച്ചത് മറ്റൊന്നുമല്ല, 2013 ആയപ്പോഴേക്കും ഒരു വ്യാഴവട്ടം കഴിഞ്ഞു. ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ട് CBI അന്വേഷണം നടത്തിയിട്ട് എന്ത് തെളിവുകൾ ശേഖരിക്കാനാണ്? എന്ത് കോൺസ്പിറസി കണ്ടെത്താനാണ്? ഈ അതുവരെ ലോക്കൽ പോലീസ് അന്വേഷിച്ച ഫയൽ പോലും CBIക്ക് കൈമാറാത്തത് കൊണ്ട് 3 വട്ടമാണ് CBI അന്നത്തെ കേരള പോലീസിന് DGPക്ക് കത്തെഴുതിയത് ആ ഫയൽ തരാൻ പറഞ്ഞിട്ട്. പല വട്ടമായിട്ട് ആണ് CBIക്ക് ആ ഫയൽ കൈമാറിയത്. ഞാൻ പറഞ്ഞത്, കോടതി CBI അന്വേഷണത്തെ എതിർത്തു എന്നുള്ളത് കൊണ്ട് CBI അന്വേഷണം വേണ്ടതില്ല എന്ന നിലപാടാണ് ശരി എന്നത് വിശ്വസിക്കാൻ എന്നെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ് പ്രസിഡന്റ്, മുൻകാല അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കാര്യം. 2, ഇവിടെ ഷാജഹാൻ പറഞ്ഞതിൻ്റെ അഡീഷൻസ് ആയിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം. ഐ തിങ്ക് പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണോ വാസുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. എന്താണത്? ഈ കേസിൽ, ദ്വാരപാലക പീഠ കേസിൽ നിർണായകമായ 3 പേരെ കുറിച്ചുള്ള അന്വേഷണം നടക്കണം. അവരുടെ പേര് പറഞ്ഞിട്ടില്ല. 3. കട്ടിളപ്പാളി കേസിൽ 2 പേര്, അങ്ങനെ 3-2 5 പേര്
നിർണായകമാണ്, അവരെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഹൈക്കോടതിയിലാണ് പറഞ്ഞത്. 20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ 3ഉം 2ഉം 3ഉം 2 ഹൈക്കോടതിയിലാണ്. ഓക്കെ, ഞാൻ കോടതി ഏതാണെന്നുള്ളത് ഇപ്പോൾ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഒരുപാട് കോടതികളിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഷാജാൻ സാർ, ഇപ്പോൾ നമുക്ക് തന്നെ അത് കൃത്യമായിട്ട് ഓർക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെയാ 3, 2, 5 പേര്? അവർക്കെതിരെ എന്ത് നടപടി എടുത്തത്? അവരെ അറസ്റ്റ് ചെയ്തോ? അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇനി കേസ് അന്വേഷണം പിന്നോട്ട് വലിക്കുന്നു, അല്ലെങ്കിൽ 1998 വലിക്കാൻ കോടതി പറഞ്ഞു, അന്വേഷണം നടത്തിക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്താ അന്വേഷണം നടന്നത്? 2009 ഇതേ പോറ്റി നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഉത്തരവാദികൾ ആരായിരുന്നു? 2017 കൊടിമരം കേസിലെ ഉത്തരവാദികൾ ആരാണ്? ഇതിനെയൊക്കെ സംബന്ധിച്ച് എന്ത് അന്വേഷണം നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ SITക്ക് സാധിക്കുന്നില്ലെന്നേ. SIT ആ കാര്യത്തിൽ പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിനെ ഒക്കെ മറന്നു. ഞാൻ ഈ കോടതി നടപടികളെയൊക്കെ ഇങ്ങനെ കർശനമായി വിമർശിക്കുന്നതിന് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ വിഷമത്തോടു കൂടി ചില കാര്യങ്ങൾ പറയേണ്ടി വരികയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നീതിന്യായ സംവിധാനം നിലനിൽക്കണം, ഈ പറയുന്ന ജുഡീഷ്യറിക്ക് അതിൻ്റെതായ വിശ്വാസ്യത നിലനിർത്തണം പൊതുസമൂഹത്തിനുള്ളിൽ എന്ന് കർശനമായി വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ കേസിൽ എന്തിനാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്? എന്തിനാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്? ആരുടെ പ്രൈവസിയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് കോടതിക്ക്? എന്ത് കാര്യത്തിനാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്? ഇതെന്താ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ചാരിത്രവുമായിട്ടോ സ്ത്രീയുടെ മാനഭംഗ കേസോ സെക്ഷൽ അസൾട്ടോ അതുപോലെ അല്ലെങ്കിൽ ഒരു പോക്സോ കേസോ ഇതേപോലുള്ള വല്ല കേസാണോ? ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് റോബറി ഓർ ഡക്കോയിറ്റ്. ഒരു കൊടും കൊള്ളയാണ് അന്വേഷിക്കുന്നത്. ആ കൊടും കൊള്ള അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിന്റെ വിചാരണ പൊതുസമൂഹത്തിന് കേൾക്കണ്ട, പൊതുസമൂഹം അറിയണ്ട എന്ന് കോടതി തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് ഞാൻ തുടർച്ചയായി കുറേ ചർച്ചകളിൽ ചോദിക്കുകയാണ്. എനിക്ക് തൃപ്തികരമായിട്ടൊരു മറുപടി ആരും തന്നിട്ടില്ല. എന്തിനാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്? ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കാം. ഞാൻ ഈ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നതൊക്കെ സംവിധാനത്തോടുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. സാധാരണഗതിയിൽ ഒരു കോടതിയും പ്യൂണിനെ വരെ ആരായിരിക്കണം എന്ന് നിശ്ചയിച്ചുകൊണ്ടൊരു അന്വേഷണ സംഘത്തെ നിശ്ചയിക്കാറില്ല. ഒരു കോടതിയും അങ്ങനെ നിശ്ചയിക്കാറില്ല. പക്ഷേ ഇവിടെ ദേവസ്വം ബെഞ്ച് നിശ്ചയിച്ചത് പ്യൂൺ വരെ ആരായിരിക്കണം അന്വേഷണ സംഘത്തിൽ എന്നുള്ളതാണ്. ഈ പ്യൂണിൻ്റെ വരെ ഇൻറ്റഗ്രിറ്റിയും ഓണസ്റ്റും ഒക്കെ എങ്ങനെയാണ് കോടതി കണ്ടെത്തിയത്? പ്യൂണിൻ്റെ വരെ SI ആരായിരിക്കണം, അവിടുത്തെ കോൺസ്റ്റബിൾ ആരായിരിക്കണം, ഈ അന്വേഷണ സംഘത്തിലെ ഓരോ ഉദ്യോഗസ്ഥനെയും SP വെങ്കടേഷിനെ നിശ്ചയിച്ചു. ഓക്കെ, എച്ച് വെങ്കടേഷിനെ നിശ്ചയിച്ചു. എച്ച് വെങ്കടേഷിൻ്റെ ഇൻറ്റഗ്രിറ്റി ഓണസ്റ്റ് അത് അദ്ദേഹം പബ്ലിക് ഡൊമൈനിൽ ഒരാളാണ്, അദ്ദേഹത്തിന് എളുപ്പത്തിൽ കിട്ടും. ബാക്കിയുള്ള ആളുകളെ കുറിച്ച് കോടതി എങ്ങനെ കണ്ടെത്തിയത്? കോടതിക്ക് ആരാ റിപ്പോർട്ട് കൊടുത്തത്? ഇവരുടെ ഓണസ്റ്റ്, ഇവരുടെ ഇൻറ്റഗ്രിറ്റി, ഇവരുടെ സാമർഥ്യം കോടതി എങ്ങനെ കണ്ടെത്തിയത്? അപ്പോൾ കോടതിക്ക് ആ സോഴ്സ് കൊടുത്ത ആളുകൾ, ഈ പറയുന്ന സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന ടീമിൽ വേണം എന്ന് ആർക്കൊക്കെയോ ഉദ്ദേശമുണ്ട് എന്നല്ല അർത്ഥം. അങ്ങനെയുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല അർത്ഥം. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് SIT എന്ന് പറയുന്ന അന്വേഷണ സംഘത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ഹൈക്കോടതിക്ക് തൃപ്തികരമാകും. അതിൻ്റെ കാരണം ഹൈക്കോടതി നിശ്ചയിച്ചതാണ്. ഹൈക്കോടതി നിശ്ചയിച്ച ഒരു അന്വേഷണ സംഘത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പറയാൻ പറ്റാത്ത ഒരു ധാർമ്മിക പ്രതിസന്ധിയിലാണ് കേരള ഹൈക്കോടതി ഇപ്പോൾ. അവർ നിശ്ചയിച്ച അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല, നിങ്ങൾ പോരാ, നിങ്ങളുടെ അന്വേഷണം എന്താ പറയുക വിചാരിക്കുന്ന തരത്തിലുള്ള അന്വേഷണമായി മാറിയിട്ടില്ല എന്ന് പറയാൻ കേരള ദേവസ്വം ബെഞ്ചിന് പറ്റില്ല സാർ. കാരണം അവർ നിശ്ചയിച്ച അന്വേഷണ സംഘമാണ്. ഇത് അവരുടെ കൊച്ചാണ്. അവരുടെ കൊച്ചിനെ കുറ്റം പറയാൻ അവർക്ക് സാധ്യമല്ല. അതാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ മുന്നിലെ ഏറ്റവും വലിയ ധാർമ്മിക പ്രതിസന്ധി. കേരള ഹൈക്കോടതിക്ക് തോന്നിയാൽ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ കേസ് അന്വേഷണത്തിൽ അനിൽ നമ്പ്യാർ ഇപ്പോൾ ED അന്വേഷിക്കുന്നു. ED ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1,30,00,000 രൂപ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ED അതേപോലെ തിരുവല്ലയിലെ ആ സ്വകാര്യ ബാങ്കിലെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ചില കേസുകളുമായിട്ട് ED ചോദ്യം ചെയ്യുന്ന 21 ഇടങ്ങളിൽ ED അന്വേഷണം നടത്തിയിട്ടുണ്ട്, കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ. EDയുടെ അന്വേഷണം എവിടെ വരുത്തിയെന്ന് നോക്കാം, നമുക്ക് അതിലൊരു പ്രതീക്ഷ വെക്കാം വേണമെങ്കിൽ. പക്ഷേ ഞാൻ പറയുന്നത് കേസ് അന്വേഷണം 100 ദിവസം കൊണ്ട് കുളമാക്കിയിട്ട് ഏത് അന്വേഷണ ഏജൻസി ഏൽപ്പിച്ചാലും എത്ര കണ്ട് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിന്റെ ആശങ്ക
യെസ് ഞാൻ പ്രേക്ഷകരുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഓക്കെ ഓക്കെ തിരികെ എത്താം. ഇടവേള.